ഹലോ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി നെയ്ച്ചോറാണ്. നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. നെയ്ച്ചോറ് വെക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2 ചെറിയ സവോള, ഒരു തക്കാളി, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി പേസ്റ്റ്, കുറച്ച് പച്ചമുളക്, കുറച്ച് കറിവേപ്പില. പിന്നെ ഇത് നമ്മുടെ ജീരകശാല അരിയാണ്. ഞാൻ ഇപ്പോൾ 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം, ഒരു 1/2 ഗ്ലാസ് തൈര്, പിന്നെ കുറച്ച് നെയ്യ്, ആവശ്യത്തിന് എണ്ണ, ഉപ്പ്. പിന്നെ നമുക്ക് ആദ്യം ഒന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പട്ട, ഏലക്ക, ഗ്രാമ്പു, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരി. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. ചട്ടി നല്ല ചൂടായ ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് പട്ട, ഏലക്ക, ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. വന്ന ശേഷം നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പൂടെ ചേർത്ത് നമുക്ക് നല്ലോണം വഴറ്റിയെടുക്കാം. സവോള നല്ല വഴന്ന ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. തക്കാളി നല്ലോണം വഴന്നു വന്ന ശേഷം പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി അരച്ച പേസ്റ്റ് ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. വെളുത്തുള്ളിയുടെ പച്ചമണം മാറിയ ശേഷം നമുക്ക് അളന്ന് വെച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. വെള്ളം നല്ലോണം തിളച്ച ശേഷം നമുക്കതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ അരി ചേർത്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളമൊക്കെ ചൂടായി നമ്മളുടെ അരി മെല്ലെ വെന്ത് വരുന്നുണ്ട്. ഇനി വെള്ളം വറ്റുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നല്ലോണം വെള്ളമൊക്കെ വറ്റി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ നെയ്ച്ചോറ് റെഡിയായി. പാത്രത്തിൽ നെയ്യ് നല്ലോണം ചൂടാക്കി അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സിമ്പിൾ നെയ്ച്ചോറ് റെഡിയായി.